ഇപ്പൊ റീസെന്റ് നമ്മൾ ഇന്നാളെ ഇരുന്ന ഒരു കഴിഞ്ഞ വീക്കെൻഡ് മുന്നത്തെ വീക്കെൻഡ് എപ്പോഴാണ് ചുമ്മാ നമ്മൾ പണ്ടത്തെ ഭരതൻ മൂവി വീണ്ടും ഇരുന്ന് കണ്ടു. അപ്പൊ കണ്ടുപോയിരുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനകത്തുള്ള അവരുടെ ആ ഒരു കെമിസ്ട്രി, ആ ഒരു പാട്ടിനകത്തൊക്കെ ആണെങ്കിലും അവരെ ഒരു നോട്ടം മതി. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി വെർ എ മാൻ ഓർ എ വുമൺ ഇസ് അൺഡ്രസ്ഡ്. ആ ഒരു നോട്ടത്തിൽ ദ വേ ദേ ലുക്ക് അറ്റ് ഈച്ച് അതർ യു ഫീൽ ദാറ്റ് അപ്പൊ ഞാൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ മലയാള സിനിമയിൽ ജസ്റ്റ് തലയുടെ ബാക്ക് ഇങ്ങനെ കാണിച്ചിങ്ങനെ, അല്ലെങ്കിൽ ഒരു മരം അനങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബുഷ് ഇങ്ങനെ, ഇതൊക്കെയാണല്ലോ കോടയവടിയൊക്കെ അല്ലേ. ഇപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്യണത്. അല്ലാതെ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു ഇന്റിമേറ്റ് സോങ് ഏതാ മലയാളം, തമിഴ്, ഹിന്ദി? Well, Hindi, what was that song with? മറ്റേ ജാനം എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ നമ്മള് പാരന്റിങ്ങിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പൊ കുട്ടികളോട് കാണിക്കുന്ന ഒരു റെസ്പെക്ട് ഇല്ലേ നിങ്ങൾ? ഇപ്പൊ നമ്മുടെ വീട്ടിലും കുട്ടികളോട് അങ്ങനെ റെസ്പെക്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ അതിന്റെ ടേക്ക് തന്നെ വേറെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു കുട്ടിയുണ്ടായിരിക്കും, ഞാനൊരു സഞ്ചിയായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാണ് മലവാട നമുക്ക് മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ അവൻ ഒന്നിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് ഇഷ്ടം കൊണ്ടോ വരും. ഞാൻ ഇതിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോ ഡാഡി ഐ എം റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്കെയാണ്. അത് ഇപ്പോൾ കേട്ടിട്ടുണ്ട് അവിടെ ഈ കുട്ടികളുടെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ പോലും പാരൻസ് നോക്ക് ചെയ്തിട്ട് വേണം കയറി പോകാൻ. അങ്ങനെ പാരന്റിങ്ങിൽ തന്നെ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് കുട്ടികളെ ഡീൽ ചെയ്യുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ജനറലി ഉണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിലെ റൂൾസ് എല്ലാം അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഈ സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഇവരുടെ മുറിയിലോട്ട് ഞാൻ നോക്ക് ചെയ്ത് കയറി പോകാൻ പോകണമെന്നില്ല. പക്ഷേ അവരിപ്പം ഒരു പ്രൈവസി ഒക്കെ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളത് അലൗ ചെയ്യത്തുള്ളൂ. ഇപ്പം ഓബിയസ്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും, പിന്നെ ഈ പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട് ടു ഡു, അതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ പ്രൈവസി വൈസ് ഒന്നും നമ്മളിപ്പോൾ ഒന്നും ഓരോ നാട്ടിൻ്റെയും എല്ലാ ചട്ടങ്ങളും ഫോളോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെറ്റർ ആയിരിക്കും എന്ത് തോന്നുന്നു അതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ. ഓക്കെ ഓക്കെ. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇപ്പൊ തന്നെ നമ്മൾ ഒരു ചെറിയ ഇൻസിഡന്റ് ആയപ്പോൾ കുട്ടികളുടെ അടുത്ത് സോറി ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറയാം. സാധാരണ രീതിയിൽ നമ്മളോട് പാരൻസ് ഞാൻ അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല, സോറി ഒക്കെ പറഞ്ഞ് അഡ്രസ് ചെയ്തിട്ട്. അത് ശരിക്കും ആ കൾച്ചറിന്റെ നല്ല ഭാഗം എടുത്തതാണോ? ഓബ്വിയസ്ലി എന്താ പറയുക, അവർ വലുതാവുമ്പോഴും നമ്മളിപ്പോൾ അങ്ങനെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ വലുതാവുമ്പം ദാറ്റ് ഇസ് ഹൗ ദേ ഗോയിങ് ടു എക്സ്പെക്ട് ദ വേൾഡ് ടു ട്രീറ്റ് ദം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ജോലിയാണെങ്കിൽ കൂടി ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മേക്കിംഗ് ഷുവർ ദാറ്റ് യു ഡോണ്ട് നമ്മൾ അബ്യൂസ് ചെയ്യുന്നല്ല. വലുതായി കഴിയുമ്പോൾ ദാറ്റ് നോബഡി എൽസ് അബ്യൂസസ് ദം. ഇപ്പോൾ ടെനി മോളോ അല്ലെങ്കിൽ മോനോട് അങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി മോൻ വലുതായി അവൻ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും അവനോട് ഷൗട്ട് ചെയ്ത് ഇഫ് ഹീ ഡസൻറ്റ് ട്രീറ്റ് ദ വേ, അപ്പോൾ ഹീ നോസ് ഓക്കെ ദർ ഇസ് സംതിങ് റോങ് ഹിയർ, ദിസ് ഇസ് നോട്ട് ദ വേ ഐ വാസ് ബ്രോട്ട് അപ്പ്. ആ ഒരു റെസ്പെക്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ്. പക്ഷേ ആന്റണി പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ പറയാറുണ്ട് ഇന്ത്യൻ പേരൻസ് ആർ സോ ഹാർഡ് എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ജസ്റ്റ് യു ടേക്ക് ഈ രണ്ട് കൾച്ചറിൽ എന്താണോ നല്ലത് നമുക്ക് തോന്നുന്ന എടുത്ത് നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ മൂവി സീൻസ്, മൂവി ഡയലോഗ്സ് ഒക്കെ നിങ്ങളുടെ റീൽസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ക്രിയേറ്റീവിലാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ഞാനൊരു ഡയലോഗിന്റെ കാര്യം പറഞ്ഞു, അതായത് രാപ്പകലിലൊരു ഡയലോഗ്, അത് അങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് ഈ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് തന്നെ അത് പ്ലേസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടല്ലോ, അത് ശരിക്കും അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തതാണോ? അത് എങ്ങനെയാണ് അതിന്റെ പരിപാടി വന്നത്? അത് നമ്മൾ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താണ്. അത് ആ ഐഡിയ വന്നപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചു എന്ന് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് പാത്രമടിയൊക്കെ കറക്റ്റ് ആയിട്ട് സിങ്ക് ആയത് ആ സമയത്ത് അങ്ങനെ തോന്നുമായിരുന്നോ? അതെനിക്ക് തോന്നുന്നു. യൂഷ്വലി ഞാൻ പാത്രം കഴുകൽ അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ആണ് വീക്കെൻഡ് എന്റെ പരിപാടി. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കാര്യമായ കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ടെനി അതിന്റെ ഇടയ്ക്ക് ഹീസ് ജസ്റ്റ് ഹാവിംഗ് ഫൺ. അപ്പൊ എനിക്കത് ചൊറിഞ്ഞു വരുമല്ലോ. അതെ, അപ്പൊ ഞാൻ സിമ്പിൾ അടിക്കും, പ്ലേറ്റും ഇതും വെച്ചൊരൊറ്റ അടി അടിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ കോമസേട്ടനെ ഹണി റോസൻ എന്ന് വിളിച്ചത് അത് ആക്ച്വലി നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. ഈ ജോണി സിൻസ് വന്ന പോലെ തന്നെയായിരുന്നു ഹണി റോസനും വന്നു തുടങ്ങിയത്. അങ്ങനെ അപ്പൊ നമ്മൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. ശരിക്കും സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോൾ അങ്ങനെ ടെനിയെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന അങ്ങനെ ഒരു വിമൻ ഫോളോയിങ് ഉണ്ടോ? സൈക്കിൾ ചവിട്ടി പോകാറില്ല എന്നുള്ളതാണ് സത്യം. സൈക്കിൾ ഞാൻ വളരെ വളരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ബൈക്ക് ചെയ്യാറുണ്ട്, ബൈക്കിംഗ് ആണ് അവിടെ പറയുന്നത്, പക്ഷെ വളരെ റയറായിട്ടേ ചെയ്യാറുള്ളൂ. വുമൺ ശ്രദ്ധിക്കുന്നത് ജിമ്മിലാണ്, സൈക്കിൾ ഔട്ട് അങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. ഫോളോയിങ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ശ്രദ്ധിക്കും. അത് അങ്ങോട്ട് ശ്രദ്ധിക്കും, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ശ്രദ്ധിക്കണമല്ലോ. ദാറ്റ് ഇസ് വൈ യു ഗോയിങ് ടു ദി ജിം. അല്ലെ നമ്മളൊരാളുടെ ഫിസിക്ക് ശ്രദ്ധിക്കുകയും നമ്മളെക്കാളും നല്ല ഫിസിക്കുള്ള ആൾക്കാരിലേക്ക് എത്താൻ നമ്മുടെ ഒരു ശ്രമം ആണല്ലോ. അപ്പൊ ഒരു ഫോറിനർ ലേഡി വന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഭയങ്കര കോംപ്ലിമെന്റ് പോലെ
അങ്ങനെ കോംപ്ലിമെന്റ്സ് പറയാറില്ല. അത് നമ്മൾ യു ഹാവ് ടു റീഡ്. നീ വന്ന് നിന്റെ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് വന്ന് ലേഡി പറയാറില്ല. അത് നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കംഫർട്ട്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനൊരു ക്ലാസ് ഉണ്ടല്ലോ. ഞാൻ ഓടി വന്ന് ബ്രോ ഇത് കൊള്ളാം എന്നല്ലല്ലോ പറയാറ്. ജസ്റ്റ് ഹൗ കെൻ ഇപ്പൊ നമ്മളെപ്പോലൊരു വ്യക്തി അടുത്ത് വന്ന് സംസാരിക്കാൻ അവർ നമുക്ക് അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നതും അതിനുള്ളൊരു നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ഒരു രീതിയും അതൊക്കെയാണ്. ശരിക്കും ഇദ്ദേഹത്തിന് മറ്റേ സ്ത്രീകളുടെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി G-Wagon എടുത്തുകൊണ്ട് പോയ സംഭവം ഉള്ളതാണോ? ഇല്ല, അത് ആക്ച്വലി രാവിലെ നമുക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ചുമ്മാ ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് പോകുന്നതിന് മുന്നേ വേഗം അത് ഷൂട്ട് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഈ റീൽ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും വീക്കെൻഡ്സ് ആണ് ചെയ്യുക, കാരണം വീക്ക് ഡേയ്സ് നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടുത്തെ മോർണിംഗ് ടൈം സാറ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓഡിയൻസ് കൂടുതലുണ്ടാവും, വാച്ച് ചെയ്യാനെന്നറിയാം. അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ ടൈം ചെയ്തിടുന്നതാണ്. നമ്മൾ കൂടുതൽ ഇടുമ്പോൾ ഇന്ത്യൻ ടൈം എന്തായിരിക്കും നോക്കിയിട്ടാണ് അത് റിലീസ് ചെയ്യുക. ഓ ഓക്കെ. ഈ G-Wagon എടുത്ത സമയത്ത് മോർ ഹോട്ടർ ദാൻ ആൻ ഓർഗാസം എന്നുള്ള ക്യാപ്ഷൻ അത് ആരുടെ ക്രിയേറ്റിവിറ്റിയാ? എനിക്ക് എൻ്റെ MGയുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല ഞാൻ ആ ക്യാപ്ഷനെ പറ്റിയാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ശബ്ദം അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഞാൻ ഇട്ടത്. വണ്ടിയുടെ ശബ്ദം, ആ വണ്ടിയുടെ ശബ്ദം. ഞാൻ പെട്ടെന്ന് എന്റെ സോറി മൈ ഡേർട്ടി മൈൻഡ് വണ്ടിയുടെ ശബ്ദം അത് എന്റെ ഐഡിയ ആയിരുന്നു. അത് മാത്രമല്ല, പക്ഷെ ആക്ച്വലി ഇവിടെ G-Wagonമായിട്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് അത് കണ്ട് അണ്ണന്മാര് പോകാറുണ്ട്, ഹിറ്റ് ചെയ്യാറുണ്ട്. അമ്മമാര് വന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തു, എടാ വണ്ടി മാറിയ പിന്നെ ആക്ച്വലി കുറെ പേര് വന്ന് പറയാം, ഈ ഒരു കോൺവെർസേഷൻ സ്പാർക്ക് എന്നുള്ള രീതിയിൽ ഒന്നും തുടങ്ങാം, വണ്ടി സൂപ്പർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അതുവഴി അങ്ങനെ അതല്ലെങ്കിൽ ഞാൻ തക്കുടു പറഞ്ഞു, തക്കുടു നിന്നോട് മിണ്ടുന്നവരെല്ലാരും അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഞാനാണ്. നമ്മൾ ഈ പെങ്ങന്മാരുള്ളവരെ ഫ്രണ്ട് ആക്കാൻ നടക്കുന്നു കേട്ടിട്ടില്ലേ, അതാണ് നിന്റെ അവസ്ഥ എന്ന് ഞാൻ പറയാറുണ്ട്. അത് മലയാളികളാണോ അതോ ഫോറിനേഴ്സ് ആണോ? ജിമ്മിലോ? അവിടെ ഉള്ളവര് ഫോറിനേഴ്സ് ആണ് വന്ന് പറഞ്ഞിട്ടില്ലേ വണ്ടി സൂപ്പർ ആട്ടോ എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? Your car looks very hot എന്ന് പറയും. I saw your G-Wagon, you know, hot ride. മലയാളികളെ എന്താ പറയുന്നത് കമന്റ് ആയിട്ട്? മലയാളികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മലയാളികള് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനിൽ പറയാറുണ്ട്. പക്ഷെ അവിടെ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ മലയാളിക്ക് പൊതുവേ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ചെന്നത് പറയുക അല്ലെങ്കിൽ അവരെ എലിവേറ്റ് ചെയ്യാൻ പൊതുവേ മലയാളികൾ താല്പര്യപ്പെടാറില്ല. മലയാളികൾക്ക് പൊതുവെ ഒരു പുച്ഛം മനോഭാവമുണ്ട്. ഉണ്ട് അത് അംഗീകരിക്കുന്നു. അത് അവിടുത്തെ മലയാളികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളെ എന്താ പറയാ പുച്ഛത്തിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പൺലി ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അത് പക്ഷേ അവിടത്തുകാരിൽ ആ ഒരു ഇതില്ല. യുനോ അവര് ഇപ്പൊ നല്ലൊരു ഉടുപ്പിട്ട് നിൽക്കുകയാണെങ്കിൽ ദാറ്റ്സ് നൈസ് ഡ്രസ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഉണ്ട്. അത് നമ്മളത് പഠിക്കണം. യുനോ വാട്ട്സ് റോങ് ഇൻ ഇറ്റ്. ഇപ്പൊ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ മലയാളികളിൽ ഇവിടുത്തെ കാര്യം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഒന്ന് കൈകൊട്ടാൻ നമുക്ക് വലിയ പാടാണ്. അത് നമ്മൾ പക്ഷെ അത് മാറ്റണം. നമ്മൾ ഒരു ആളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് ഇവിടുത്തെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ വന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തുമ്പോൾ ഒന്ന് അവരെ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ അവരത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ലേ, ഒന്ന് കൈകൂട്ടി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് യു ഫീഡ് ബാക്ക് ഓൺ ദാറ്റ് എനർജി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ നമുക്ക് മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കൈയൊക്കെ ഒന്ന് പൊട്ടിയൊന്ന് കൈ കൊട്ടാൻ എന്നുള്ള രീതിയിൽ. യുനോ ഈ സിനിമയുടെ ഒരു റീല് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വരില്ലേ, അതിന് പിന്നത്തെ കാരണം എന്തായിരിക്കും? ഇപ്പം നാടോടിക്കാറ്റിലെ റീല് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ നാഗേന്ദ്രൻ ഹണിമൂൺസിലെ റീല് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു മുറ വാർത്ത പാർഷ്യലി ചെയ്തിട്ടുണ്ട്. ഇത് ആ സീൻ നിങ്ങൾ വെറുതെ റാൻഡമലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് അപ്പം അങ്ങനെ ചെയ്യാണോ? ആക്ച്വലി മലയാളം മൂവീസ് ബേസ് ചെയ്ത റീലിൽ കൂടുതലും ഐഡിയാസ് ഇവളാണ്. കാരണം ഇവളൊരു ഭയങ്കര ഒരു കട്ട മൂവി ബഫാണ്. അപ്പം നമ്മുടെ റെഗുലർ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഒരു സാഹചര്യം സ്പാർക്ക് ചെയ്യുന്ന ഐഡിയ ആയിരിക്കും കൂടുതലും. പക്ഷെ ആ ഒരു സാഹചര്യവും ഇന്ന ഒരു മൂവിയുടെ സീൻ നമ്മൾ കണക്ട് ചെയ്യാൻ ഇവർക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. കാരണം അത്രയധികം മൂവീസ് കാണുകയും അത് മെമ്മറിയിൽ ഇങ്ങനെ എച്ച് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു അറിയാതെ നമ്മുടെ കൈ ഭയന്ന് വീഴുന്ന പോകുന്ന ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നമ്മൾ ഒരു സിനിമയായിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐഡിയ എൻഹാൻസ് ചെയ്യും. ഈ ശങ്കരടി ഈ സന്ദേശത്തിൽ പറയുന്നതാണല്ലോ, വിവാഹം ഒരു വിദ്യയാണ്, ലൗകിക ജീവിത സുഖങ്ങളൊക്കെ വെടിയണം എന്നുള്ള ഒരു കാര്യം. പുരുഷന്മാർക്ക് നേരെയുള്ള കൂച്ചുവിലങ്ങാണ് വിവാഹം. ആ ഡയലോഗ് അത് അവിടെ പറയണം എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ്? അത് ആക്ച്വലി ടെനിയുടെ ഐഡിയ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഭയങ്കര മൂവി ബസ് ആണ്, പ്രത്യേകിച്ച് പഴയ മലയാളം മൂവീസ്. അത് ഇപ്പോഴും ഇരുന്ന് കാണും.
ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പഴയ അക്കരെ 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 അല്ലെങ്കിൽ ഇന്റീരിയർ നഗറൊക്കെ കണ്ടോണ്ടായിരിക്കും ഞാൻ കുക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ ആ ഡയലോഗുകളും ആ സീനുകളും ഒക്കെ ഭയങ്കര എച്ച്ഡാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു റീലിനെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഒരു സിറ്റുവേഷനിലായിരിക്കും പെട്ടെന്ന് ഈ ഡയലോഗ് നമ്മുടെ വായിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു പോണേ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ ഇത് നമുക്ക് റീലാക്കാം, അങ്ങനെ അങ്ങ് റീലാക്കണമെന്ന്. ഓക്കെ, ഈ ലൗകിക ജീവിത സുഖങ്ങൾ വെടിയണം ആ സാധനമൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ച്? പഠിച്ചതിന്റെ ഞാൻ കണ്ടായിരുന്നു. ഒരു 1-2 വാക്ക് പറയാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ മലയാളം പറയാൻ എന്താ ബുദ്ധിമുട്ട്? മലയാളം പറയാൻ ബുദ്ധിമുട്ടില്ല, എനിക്ക് മലയാളം പറയാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ചില വാക്കുകൾ അല്ല പഠിച്ചിട്ടാണ് അത് പറയുന്നത്, ഈ പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഏരിയ എന്താണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂവി ഡയലോഗ് നമ്മൾ പറയുമ്പോഴേ നമ്മൾ ലിപ്സിംഗ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഡയലോഗ് അതേപോലെ പഠിച്ചാലല്ലേ നമുക്ക് എല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു കുറച്ച് ട്രിക്കിയർ ആയിരിക്കും ചില സമയത്ത്. ഓക്കെ, ആരെങ്കിലും സൗണ്ട് കേട്ടിട്ട് മറ്റേ മലയാളത്തിലെ പണ്ടത്തെ സ്ഥിരം ഡോക്ടറും സ്ഥിരം സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന വിജയ് മേനോന്റെ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ കിങ്ങിലൊക്കെ ഈ ഡ്രഗ് ഫസ്റ്റ് വന്ന് കഴിച്ചിട്ട് മരിച്ചു പോണ ഒരു ഡോക്ടർ, പുള്ളിയുടെ സൗണ്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, കിട്ടും. ആക്ച്വലി ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ആ പുള്ളിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ വിജയ് മേനോന്റെ കട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പുള്ളിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രണ്ട്. ഓക്കെ, ആൻഡ് ആ ഇങ്കി ചെയ്യുന്നതിനൊക്കെ തൊട്ട് മുമ്പ് നിങ്ങൾ പറഞ്ഞൊരു ആമുഖം ഉണ്ടല്ലോ, ഒരു പ്രിലോഗ് പോലെ പറഞ്ഞത്, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഭയങ്കര ഈ കയ്യിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്കി ചെയ്യുന്നതെന്ന് പറയുന്നതിന് അത് ആ വീഡിയോയിൽ മാത്രമല്ലാത്തൊരു സീരിയസ്നെസ്സും അതിനൊരു സ്പെഷ്യാലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്തതും അതും അതിന് കാണിച്ചൊരു ലവിന് കാണിച്ചൊരു എന്താ പറയുക ഒരു മൂവ് ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതും ഗംഭീരമാണ്. അത് നിങ്ങളുടെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഓപ്പൺനെസ് പോലെ തന്നെ. ഡെഫിനറ്റ്ലി എൻജോയ്ഡ് ലോട്ട്. നിങ്ങൾ ഗംഭീരമാണ്, നിങ്ങൾ കിട്ടിലാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ റേഞ്ചിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആരാധകരുണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കാരണം നിങ്ങളുടെ ഈ ഓപ്പൺനെസ് ആണ്. നിങ്ങൾ തുറന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലുണ്ടാവുന്ന ഫൺ എക്സ്ട്രാ ഓർഡിനറി ആണ്. താങ്ക്സ് എ ലോട്ട്. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇടയ്ക്കൊക്കെ കേരളത്തിലേക്ക് വരിക. തീർച്ചയായിട്ടും ഇനി വരണം ആഗ്രഹമുണ്ട്, പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, നമസ്കാരം. താങ്ക് യു.